ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ പ്രീവിയസ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണെന്ത് നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഇന്നത്തെ ടുഡേ വരെയുള്ള ഒരു മൊമെൻറ്റവും കാര്യങ്ങളും, അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ എക്സാക്ട്ലി ആ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഡേയിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, നമുക്കപ്പം ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് നിഫ്റ്റി പോവാം. ഓക്കെ, നിഫ്റ്റി പോവാം. ഞാനപ്പം ഈ ഒരു യെല്ലോ ലൈനിൽ വരച്ചേക്കുന്നത് ഒരു ഫിബിനോക്കി വെച്ചിട്ട് നമ്മുടെ അതായത് നെക്സ്റ്റ് പോസിബിൾ ഒരു റിവേഴ്സൽ ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോസിബിൾ റിവേഴ്സൽ ഏരിയ. അപ്പം ഫിബ് വെച്ചിട്ടുള്ള ഒരു ലൈനാണ്, കാരണം അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എന്നാലും എന്താണ്, നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ലോങ് പൊസിഷൻസ് എടുക്കുകയല്ല. ബട്ട് എന്താണ്, ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് എന്താണ് ഇപ്പം മാർക്കറ്റിൽ കറൻ്റ് വന്നേക്കുന്ന ആ ഒരു നിഫ്റ്റിയുടെ ഒരു ലെവൽസ് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഡേയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ആ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കൗട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി എന്താണ്, ലോ സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അതേപടി തന്നെ എന്നിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എത്രയാണ്, നമുക്ക് നിയർലി ഒരു 200 പോയിന്റ്സിന്, അതായത് ലോ ടു ഹൈ വരെ ഒരു 200 പോയിന്റ്സിൻ്റെ ഒരു മൊമെൻറ്റം ഇന്ന് നിഫ്റ്റി തന്നു. ആ ഒരു മൊമെൻറ്റം എന്താണ്, ഇന്ന് പോസിറ്റീവ്നെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രമേ എന്താണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു മാർക്കറ്റ് എന്താണ് ഒരു ബൈയിങ് സൈഡിലോട്ട് വന്നു എന്ന്. ഓക്കെ, ഇല്ലാത്ത പക്ഷം എന്താണ് ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റ് എന്താണ് ഒരു സെൽ സൈഡ് തന്നെയാണ്. ഓക്കെ, ഒരു ലോവർ ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ്സൈഡിലോട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് എന്താണ് സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ ഇന്നത്തെ ഒരു മൊമെൻറ്റും കാര്യങ്ങളെന്ന് എന്താണ് നമ്മുടെ HDFC ബാങ്കിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ടൈമിൽ വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേക്കുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ഹൈ 23,426 എന്ന് പറയുന്ന ഈ ഒരു ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. പിന്നെ എന്താണ് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് എന്താണ്, അത് ഇന്നലെ പ്രീവിയസ് ഡേയിലെ ആ ലോ തന്നെ. ഓക്കെ, 22,977 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഓക്കെ, ഈ രണ്ട് ലെവൽസാണ് ഞാൻ എന്താണ് ലിക്വിഡിറ്റി ലെവൽസായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിൽ, അതായത് നാളത്തേക്ക് നോക്കുന്നത്. ഓക്കെ, നാളത്തേക്ക് നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇത് രണ്ടുമാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്താണ് അപ്സൈഡിലാണ്. ബട്ട് ഈ ഒരു ലെവൽസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ നോക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു സെൻട്രലാണ്, ഇപ്പോൾ ഡൗൺ സൈഡിലോട്ടുണ്ട് അപ്പ് സൈഡിലോട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലെവൽസ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡെയിലി ചാർട്ട് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ എന്താണ് നമ്മൾ ആ ഒരു പ്രീവിയസ് ഡേയിൽ വരച്ചേക്കുന്ന ആ ഒരു ലെവൽസും കാര്യങ്ങളും എന്താണ് കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അപ്സൈഡിലുള്ള ആ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുന്നത്. പിന്നെ എന്താണ് ഇന്ന് മാർക്കറ്റ് ബൈയിങ് നടത്തിയ ആ ഒരു ലെവൽ എത്രയാണ്, 48,074 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ. ഓക്കെ, അപ്പം ഈ ഒരു 4 ലെവൽസാണ് നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയസ്. ഓക്കെ, ഇതിപ്പം നാളെ സ്വീപ്പ് ചെയ്തില്ലെങ്കിലും മറ്റന്നാൾ അടുത്ത ദിവസമാണെന്ന് നെക്സ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി പിന്നെ സെൻസെക്സ്. ഓക്കെ, നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ആ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അപ്പോൾ നമ്മൾ സെൻസെക്സിൻ്റെ അനാലിസിസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻസെക്സ് നോക്കുമ്പോഴത്തേക്കിന് ഞാൻ ഈ ഒരു ലെവൽ, അതായത് 74,941 എന്ന് പറയുന്നത് ഈ ഒരു പ്രീവിയസ് ഡേയിൽ ഒരു വീക്കിലി ലോ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പം സെൻസെക്സ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഓക്കെ പ്രീവിയസ് ഡേ ലോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ലെവൽ തന്നെ, അതായത് പ്രീവിയസ് ഡേ ലോ. ഓക്കെ, ആ ഒരു ലെവൽ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ്. ഈ ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.